2 തിമോഥെയോസിൻ്റെ ലേഖനം ശ്രദ്ധിക്കാറ്. നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ അറിയാം, നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ വെടുപ്പുള്ളവരാക്കി തീർക്കുന്നു. നമ്മുടെ ദൈവത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട്, നമ്മളെ ക്ലെൻസ് ചെയ്യാനായിട്ട് മതിയായവനാണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പം, ഇവിടെ നമ്മൾ കേട്ടപ്പം നമ്മളെ തന്നെ നമ്മളിപ്പോൾ നമ്മളെ തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ശുദ്ധീകരിക്കും നമ്മൾ തന്നെ. ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ എല്ലാം കർത്താവ് ചെയ്തോളൂ എന്ന് പറയുന്നതല്ല തിരുവചനത്തിൻ്റെ ഒരു കാര്യം. അവിടെ നമുക്ക് കർത്താവ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സ്വസ്ഥമായിട്ട് നമ്മൾ നമ്മുടെ വഴി നടക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. എന്നെ വിശുദ്ധീകരിച്ച ദൈവം എന്നെ ഒരു വശത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുന്ന പക്ഷം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അനീതിയോട് നമ്മൾ കേട്ട പോലെ ടു ആബ്സ്റ്റെയിൻ ഫ്രം വിക്കറ്റ്നെസ്, ഇവിടുത്തെ NASBയുടെ ട്രാൻസ്ലേഷൻ വിക്കറ്റ്നെസ്, പാപത്തെ ഇവിടെ അനീതി എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ അനീതി അകന്നുകൊള്ളട്ടെ എന്ന് പറയുന്ന, ഇവിടെ പാപം അകന്നുകൊള്ളട്ടെ എന്ന് വെച്ച പോലെ എല്ലാ അനീതിയും എല്ലാ പാപവും അനീതിയാണ് ദൈവം അങ്ങനെ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടകന്ന് ഒരു ദൂരം പാലിക്കേണ്ടത് നമുക്കറിയാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ട് അനുഭവങ്ങളാകാം. നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്ന, നമ്മളെ പാപത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന പലരെയും 10 പേരെ 20 പേരെ എടുക്കുമ്പോൾ 20 പേർക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്, വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഇതാണ് എന്നെ കർത്താവിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമൊന്നും അറിയാൻ മേലാത്ത ആരും ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ പാപത്തിന്റെ ഇവിടെ പറയുന്നത് അതിനെ വിട്ട് അകന്നുകൊള്ളുക, അതിൽ നിന്ന് നീ ദൂരം പാലിച്ചു കൊള്ളുക. കീപ് യുവർ സെൽഫ് അവേ ഫ്രം ദാറ്റ്. നമ്മൾ പറഞ്ഞ പോലെ ആ റെയിൽവേ ട്രാക്കിന്റെ ഏറ്റവും അവസാനത്തെ ലൈനിൽ കൂടെ വീഴാതെ പോകുന്ന കാര്യത്തെപ്പറ്റി അല്ല പറയുന്നത്. നമ്മുടെ ബലഹീനത അറിയുമ്പം കർത്താവേ പരമാവധി ഇതെന്നെ പിടിച്ചുകൊള്ളാതെ വണ്ണം എത്രത്തോളം എനിക്ക് ദൂരത്തില്, എന്തിനാണ് ഞാൻ കർത്താവിനോടുള്ള വിശുദ്ധിയിൽ, കർത്താവിനുള്ള സ്നേഹത്തില് ഈ ഒരു കാര്യം ചെയ്യേണ്ടതില്ല, അതിന് എത്രത്തോളം എനിക്ക് ദൂരത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞു, എന്നെ തന്നെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് പറയുന്നു. കർത്താവിന്റെ നാം ഉച്ചരിക്കുന്നതിനല്ല, നമ്മൾ കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ നാം ഉച്ചരിക്കുന്നതിനെല്ലാം ഈ അനീതി വിട്ടതെന്ന് കൊള്ളട്ടെ എന്ന് ദൈവം നമ്മളെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ച്, എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2 വായിക്കുന്നു 19 വാക്യത്തിൽ, വീണ്ടും 21 വാക്യത്തിൽ ഇവയെ വീണ്ടും വിട്ടകലുന്ന കാര്യത്തെ പറ്റി അവിടെ പറയുന്നത്. Anyone cleanses himself from these things, അവിടെ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാകുന്നു. നമുക്ക് അങ്ങനെ പറ്റുമോ? കർത്താവല്ലേ നമ്മളെ വെടിപ്പാക്കുന്നല്ല, നമുക്ക് നമ്മളെ തന്നെ വെടിപ്പാക്കാനായിട്ട് കഴിയുമെന്ന് ദൈവവചനം പറയുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. ചില സ്റ്റാൻഡുകൾ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയും പല കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പലരെ കേൾക്കുമ്പോൾ, പലരുടെ നടുവിലായിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ തന്നെ ആബ്സ്റ്റെയിൻ ഫ്രം, ചിലത് ഇന്ന് വിട്ടകന്ന്, ഞാൻ ഇവിടെ ഉള്ളതല്ല. ജഗപത് പറഞ്ഞു, നമുക്കൊരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം. പക്ഷെ ദൈവവചനം അത് കണിശമായിട്ട് പറയുന്ന കാര്യം, നിങ്ങളെ ലോകത്തിൽ നിന്ന് കർത്താവ് വേർപെടുത്തി എടുത്തിരിക്കുന്നു, നിങ്ങളെ വിശുദ്ധരായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതുമയായിട്ട് തോന്നുന്നുണ്ടോ, അതോ നമുക്ക് കർത്താവ് എൻ്റെ ഭാഗം അവിടെയാണെന്നാണോ നമ്മളെ തന്നെ കാണുന്നത്? വാസ്തവത്തിൽ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കുവാന്ന് നമ്മളെക്കുറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിനിടയിൽ അവരന്ന് അവിടെ ഇവിടെ പറഞ്ഞോണ്ട് നമുക്ക് ചുറ്റും അതും വ്യത്യസ്തമാണ്. ഓരോരുത്തരെ സംബന്ധിച്ച് ഈ അവരാരാണ്, നമുക്കിടയിലുള്ള, ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള അവരല്ല, നിങ്ങളെ സംബന്ധിച്ചുള്ള അവര് നമ്മളെ പാപത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്ന് പറയുമ്പം ഓരോരുത്തരെ സംബന്ധിച്ച് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അവരാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എങ്കിൽ മാത്രമേ അവരുടെ ഇടയിൽ നമുക്ക് വേർപെട്ട് ദൂരെ മാറിയിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 22 വാക്യത്തിൽ വായിക്കുമ്പം വീണ്ടും വിട്ടോടുന്നതിനെ പറ്റി പറയുന്നു. യൗവന മോഹങ്ങളെ വിട്ടോടുക എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഈ കാലത്ത് പാപം അതിന്റെ എല്ലാ രക്ഷതകളോടും കൂടെ എങ്ങനെയാണ് വലിച്ചുകൊണ്ട് പോകേണ്ടതെന്ന് പിശാച് പലവിധമായ മാർഗങ്ങളിലൂടെ ശ്രമിക്കുമ്പം, ഇപ്പൊ സന്ദീപ് പറഞ്ഞ പോലെ തിയേറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെയും കയ്യിൽ ഒരു വലിയ തിയേറ്റർ, എല്ലാവരുടെയും കയ്യിൽ സുലഭമായിട്ടുള്ള ഇഷ്ടമുള്ളത് കാണത്തക്കവണ്ണം, ഇഷ്ടമുള്ളത് കേൾക്കത്തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് പറഞ്ഞ പോലെ ഞാൻ പറയാം, ഒരു തമാശ എന്ന് പറയുന്നത് തന്നെ വേറൊരാളിനെ കളിയാക്കാതെ ഒരിക്കലും ഒരു തമാശ ഉണ്ടാകത്തില്ല. ഇപ്പോഴത്തെ ലോ റേറ്റിങ്ങിലുള്ള പല തമാശകളും വേറൊരാളിനെ അടിച്ച് ആക്ഷേപിച്ച് ഇരുത്തുമ്പോഴാണ് തമാശയും
പൊട്ടിച്ചിരികളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ ആ ഭാഗത്ത് നമുക്ക് നമ്മളെ തന്നെ ഓരോ കാര്യങ്ങളുടെ മുന്നിൽ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ എന്നെ തന്നെ ഈ വിഷയത്തിന് മുന്നിൽ കർത്താവേ ശോധന ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ദൈവം നമ്മളെക്കുറിച്ച് ഒരു അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോട് നിൽക്കുന്ന ഒരു ഇടത്ത് മാത്രമേ ദൈവത്തിന്, അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയൂ. ഞാൻ തന്നെ പലപ്പോഴും കാണാം, നമുക്ക് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരുടെ ഇടയിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ എത്ര നീഡുള്ള ആളുകളെ ഞാൻ പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട്. പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പല സമയങ്ങളിലും ദൈവം നമ്മളെ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. റീസൺ നമുക്കറിയത്തില്ല. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, പലപ്പോഴും പലരും നല്ല ആളുകളാണ്. പക്ഷേ പാപത്തിൻ്റെ ഓരോ പിടികളിൽ നിന്ന് സ്വതന്ത്രമായി പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത ഒത്തിരി പേര് പലയിടങ്ങളിലുണ്ട്. അവിടെയൊക്കെ നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വെടിപ്പാക്കി നമ്മളെ തന്നെ കർത്താവിനെ പറഞ്ഞതുപോലെ നമ്മളുണ്ടെന്ന് പറയുന്നിടത്ത് മാത്രമല്ല നമ്മൾ അവൈലബിൾ, നമ്മൾ ഈ നിലയിൽ ഒരു കർത്താവിന് ഉപയോഗിക്കത്തക്ക ഒരു മാനപാത്രമായിട്ട് ഞാനും നിങ്ങളും ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്രകാരം ജീവിക്കാനായിട്ട്, കർത്താവ് വിട്ടകലാനായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ വിട്ടകന്ന് അപ്രകാരം ഒരു മാനപാത്രത്തിനുമായി തീരാനായിട്ട് എന്നെയും കർത്താവ് സഹായിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിക്കട്ടെ. അപ്പം ഇന്ന് ബദർഷറിയതുപോലെ 2 Timothy chapter 2 from verse 19 to 21 onwards. അപ്പം one of the characteristic or a true characteristic of a true servant of God, ഇപ്പം ബദർഷറിയതുപോലെ നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിൽ there are 2 types of cleansing. There is one is that God cleanses us. അത് നമ്മൾ 1 John chapter 1 1 യോഹന്നാൻ 1:7 മുതൽ കാണാൻ പറ്റും. 1 John chapter 1 verses 7 onwards. അപ്പോൾ അവിടെ പറയുന്ന ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. ദ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ രക്തം, ഇറ്റ് ക്ലെൻസസ് us from all sin, and if we confess our sin, he is faithful and he is righteous to cleanse all of us. അപ്പോൾ ഇവിടെയാണ് God is the one who is cleansing us, and നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ 2 Timothy chapter 2 verse 21 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് if a man cleanses himself, അപ്പം അവിടെയാണ് ഇറ്റ് ഈസ് ലൈക്ക് 2 sides of a coin. സോ ഒന്ന്, God can cleanse us, നമ്മളുടെ പാപത്തിന് ദൈവം ശുദ്ധീകരിക്കുന്നു. പക്ഷേ we cleanse ourselves from the wrong that God has, what we have done in our life. അപ്പം അവിടെയാണ് that is something എന്നെ ബ്ലെസ് ചെയ്ത്. And the second thing I wanted to share was about the usefulness. ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ വായിക്കുമ്പോൾ 2 Timothyയിൽ in a house there are a lot of articles. Some are made of gold and silver, some are wood and clay, and some are made of for noble purposes. അപ്പം നമ്മളുടെ ജീവിതത്തിൽ പല പ്രാവശ്യം നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു, God is using me, and maybe God is using me in the church, നമ്മൾ പല മിനിസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു വീട്ടിൽ in a house there are a lot of items, people can use, for example, ഇപ്പം നമ്മൾ വുഡൻ ബോക്സസ് ഉണ്ട്, അതുപോലെ സ്വർണത്തിൻ്റെ വെസൽസ് കാണും. അപ്പം ഏതിനാണ് കൂടുതൽ വാല്യൂ? ഐ മീൻ, ആർ യു ജസ്റ്റ് കൺസേൺഡ് അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഓക്കെ ദൈവം എന്നെ ഉപയോഗിക്കുന്നു, അത് മാത്രമാണോ? അതോ അതിലും കൂടുതൽ എൻ്റെ സ്പിരിച്വൽ വാല്യൂ, അതാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത്? സോ ലൈക്ക് നമുക്കറിയാം, Satan, he sent a thorn in the flesh to Paul. പോളിൻ്റെ ജീവിതത്തിൽ ഒരു thorn in the flesh വന്നത്, ദൈവം അത് ഉപയോഗിച്ചു പോളിനെ ഹമ്പിളാക്കാൻ. അതുപോലെ പക്ഷെ നമ്മൾ സിമിലർലി ഓൾഡ് ടെസ്റ്റമെന്റിൽ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ലൈക്ക് God used Solomon to write scriptures. പക്ഷെ എന്നാലും നമുക്കറിയാം എങ്ങനെയായിരുന്നു സോളമൻ, how he went back later in his life, and like we also see God used many characters. God used Balaam in the Old Testament, but we see how exactly he went back. And പക്ഷേ at the end of the day, Matthew chapter 7 22-23 അത് പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയും ലാസ്റ്റ് ഡേയ്സിൽ, oh Lord, I have done this and I've done that. പക്ഷേ many who prophesied and did miracle in Jesus' name, they will all be rejected in the final day, because being used by God is not the most important thing.
It is about what is your heart, it's what's your true worth all about. So, cleansing ourselves is even more important. And പിന്നെ എനിക്ക് സ്പെസിഫിക്കലി ഇതിനകത്ത് ബ്ലെസ് ചെയ്തുള്ള നമ്മൾ ഹൗ പ്യുവർ ഐ കീപ് മൈ ഹാർട്ട് യുനോ ഹൗ നമുക്ക് എങ്ങനെ അറിയാം നമുക്കൊരു പ്യുവർ ഹാർട്ട് ആണെന്ന്. അത് മാത്യു ചാപ്റ്റർ 12 വേഴ്സസ് 34 പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 12 മത്തായിയുടെ സുവിശേഷം 12 അധ്യായം വേഴ്സസ് 34 ഓൺവേർഡ്സ്. അപ്പം എന്നത് പറയുന്നുണ്ട് ഫ്രം 33 ഓൺവേർഡ്സ് ഞാൻ വായിക്കുന്നു. Matthew 12, make a tree good and its fruit will be good. Make a tree bad and its fruit will be bad. For a tree is recognized by its fruit. You brood of vipers, how can you who are evil say anything good? For out of the overflow or out of the abundance of the heart, the mouth speaks. അപ്പം ഇവിടെയാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ what is filling in a man's heart, that is what he eventually speaks. So ഇപ്പം ഞാനിപ്പം if I speak always about money and material things, അതായിരിക്കും that is what is filled in my heart. I have thoughts of money. On the other hand, if I speak about God, then that is what is truly in my heart. And in 2 Timothy chapter 3 verse 5 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്യമാണ് having a form of godliness. നമുക്ക് എല്ലാവർക്കും it is in the last days it is very difficult to become a true Christian because there will be a form of godliness. പക്ഷേ ഒരു godliness-ന്റെ കൂട്ട് നമുക്ക് externally കാണുമ്പോൾ you will feel this man is godly, but if you look in his inner life there is no power, there is no Holy Spirit. അപ്പോൾ ഇവിടെയാണ് it talks about a pure heart in the significance. And just to conclude ചെയ്യാനായിട്ട് ഞാൻ മാത്യു ചാപ്റ്റർ 15 വേഴ്സസ് 7 എടുക്കുന്നു. മാത്യു ചാപ്റ്റർ 15 ഇത് ജീസസ് ഫാരിസീസിനെ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു വേഴ്സാണ്. മാത്യു ചാപ്റ്റർ 15 വേഴ്സസ് 7. You hypocrites, ഐസയ്യനകത്ത് പറയുന്ന പോലെ, these people they honor me with their lips, but their hearts are far away from me. They worship me in vain, but their teachings are but rules taught by men. അപ്പം ഇവിടെ പറയുന്നത് നമ്മൾ ലിവിങ് ബൈബിള് പാരഫ്രൈസ് ചെയ്യുമ്പോൾ ഇത് ഐസയ്യൻ്റെ ഒരു വാക്യമായിരുന്നു. ആൻഡ് ഇവരെല്ലാവരും ദൈവത്തിനെ പറ്റി they all speak all good things, പക്ഷേ their worship was a farce. They claimed God's commandments, പക്ഷേ it was all external. The inner life was full of filth. And ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ can God say something similar to me? Today ഞാനിപ്പോൾ CFC അറ്റൻഡ് ചെയ്യുന്നു, പക്ഷേ my heart can be away from the Lord. ഞാൻ ദിവസം ബൈബിൾ വായിക്കുന്നു, but എന്നിട്ടും my heart can be far away from the Lord. I can pray eloquently, but my heart can be far away from the Lord. So ഞാൻ പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, പക്ഷെ അവിടെയാണ് I need to make sure that I have a pure heart. And ഇവിടെ ഈവൻ റെവലേഷൻ ചാപ്റ്റർ 3 നമ്മൾ വായിക്കുന്നു, നമ്മൾ ചർച്ച് ഓഫ് എഫെസസിൽ റെവലേഷൻ ചാപ്റ്റർ 3 റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 1 ഓൺവേർഡ്സിനകത്ത് നമ്മൾ വായിക്കാം. ജോൺ ഇതുപോലെ ഒരു മെസ്സേജ് അയക്കുന്നു ചർച്ച് ഓഫ് എഫെസസിന്. അപ്പം നമ്മളെല്ലാം ഇതിനകത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ജിസ്റ്റ് അവർക്ക് ഒരുപാട് സീൽ ഉണ്ടായിരുന്നു, ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ they have lost their first love. And it is അപ്പം അവിടെ I can lose my fervent devotion. I can ഇതിനകത്ത് ഒരു വാക്യം ഈ എഫെസസിനെ കുറിച്ച് ഒരു സ്പെസിഫിക് ഒരു വേഴ്സ് ഉണ്ട്. അവർ they kept themselves away from evil. അവർ ഡോക്ട്രിനലി എല്ലാം റൈറ്റ് ആയിരുന്നു. They loved the Lord fervent. They kept themselves externally everything was right. പക്ഷെ എന്നാലും in their inner life they lost the first love. And that is what ഇന്നും today I can be doing a lot of things, പക്ഷെ എൻ്റെ ഉള്ളിൽ ആ ഫസ്റ്റ് ലവ് ഇല്ലെങ്കിൽ ഇതെല്ലാം all of these things are away. So I hope that God will give me grace. കർത്താവിന് സ്തോത്രം. ഇന്ന് കേൾപ്പിച്ചതായ വചനത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കേൾപ്പിച്ചത് 2 തിമോത്തി 2:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ
എന്ന് വായിച്ചതും അതോട് ഒത്തിരി ഇത് വചനങ്ങളൊക്കെ ഷെയർ ചെയ്തു. ആ 19ാമത്തെ വാക്യം ഇങ്ങനെ, നെവർദലെസ് ദ ഫോം ഡൗൺ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ് സ്റ്റാൻഡ്സ് ഹാവിങ് ദി സീൽ ദ ലോർഡ് നോസ് ദോസ് ഹു ആർ ഹിസ്. ഇതിനകത്ത് പറയുന്നത് ദൈവത്തിന് അവൻ്റെ മക്കളെ അറിയാം. അങ്ങനെ അതിനകത്ത് പിന്നെയും പറയുന്നു, ലെറ്റ് എവരി വൺ ഹു നെയിം ദ നെയിം ഓഫ് ദ ലോർഡ് അബ്സ്റ്റെയിൻ ഫ്രം ദ വിക്കറ്റ്നസ്. ഇത് ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അബ്സ്റ്റെയിൻ അതായത് വിട്ടൊഴിയുക, അതായത് വിക്കറ്റ് വേയിൽ നിന്ന് വിട്ടൊഴിയുക. അതിന് ബ്രദർ 1-ാമത്തെ സങ്കീർത്തനത്തിൽ ഒന്ന് ടച്ച് ചെയ്തും പോയി, ബ്ലെസ്സഡ് ഈസ് എ മാൻ ഹൂ ഡസ് നോട്ട് വാക്ക് ഇൻ ദ കൗൺസിൽ ഓഫ് ദ വിക്കറ്റ്. അത് കൗൺസിൽ കൊടുക്കും. വിക്കറ്റ്നെസ്സിന് ഈ ലോകം വിക്കറ്റാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. ആ വിക്കറ്റിൽ നിന്ന് നമ്മളെ ഒഴിച്ചു മാറ്റുന്നതിനുമാണ് കർത്താവ് വന്നിരിക്കുന്നത്. പിശാചിൻ്റെ വഴികളെ അഴിക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ആ വഴിയിലെപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാക്യത്തിനകത്ത് 21ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, if a man cleanses himself from these things, he will be a vessel for honor, sanctified, useful to the master, prepared for every good work. ഈ ഗുഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം പറഞ്ഞു പോകാൻ പറ്റും. ഏതെല്ലാം രീതിയിലുള്ള ഗുഡ് വർക്കാണെന്ന് അത് പിന്നെ ഇതും അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു സ്റ്റൈലാണ്. അത് തീത്തോസിൻ്റെതായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയും, they profess to know God, but by their deeds they deny him. അവരുടെ പ്രവൃത്തികളാൽ അവനെ എങ്ങനെയാ സഹോദര അതിൻ്റെ ആ വാക്ക് ഡിനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധം. അങ്ങനെ ഒരു വലിയൊരു നിഷേധനം അവിടെ നടക്കുന്നുണ്ട്. ഡിനേ ഹിം ബീയിങ് ഡിറ്റസ്റ്റബിൾ, ഡിസൊബീഡിയൻ്റ് ആൻഡ് വർത്തലെസ് ഫോർ എനി ഗുഡ് ഡീഡ്സ്. ഡീഡ്സ് എന്ന പ്രവൃത്തി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു വാക്യം അതിന് 6 പ്രാവശ്യം വേണ്ടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് 2:7 ഇൻ ഓൾ തിങ്സ് ഷോ യുവർസെൽവ്സ് ടു ബി എൻ എക്സാമ്പിൾ ഓഫ് ഗുഡ് ഡീഡ്സ്. നമ്മളെല്ലാ രീതിയിലും എല്ലാ പ്രവൃത്തിയിലും നല്ല സൽപ്രവർത്തിക്ക്, വിത്ത് പ്യൂരിറ്റി ഇൻ ഡോക്ട്രിൻ ഡിഗ്നിഫൈഡ്. അതുപോലെ തന്നെ അതിൻ്റെ 14ാമത്തെ വാക്യത്തിനകത്തും പറയുന്നുണ്ട്, ഹീ who gave himself for us that he might redeem us from every worthless deeds, purify for himself a people for his own possession, zealous for good deeds. zealous ആയിരിക്കണം. ആ സൽപ്രവർത്തിക്ക് നമ്മളൊരു zealousness വേണമെന്നാണ്. അതുപോലെ 3-ാമത്തെ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്, remind them to be subject to rulers, to authorities, to be obedient, to be ready for every good deeds. അങ്ങനെ പിന്നെ 8-ാമത്തെ വാക്യത്തിനകത്തുകൊണ്ട് ആ വേർഡ്, ദിസ് ഈസ് എ ട്രസ്റ്റ് വർത്തി സ്റ്റേറ്റ്മെൻറ്റ് ദറ്റ് കൺസേണിങ് ദീസ് തിങ്സ് ഐ വാണ്ട് ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി സോ ദാറ്റ് ദോസ് ഹു ഹാവ് ബിലീവ്ഡ് ഗോഡ് മേ ബി കെയർഫുൾ ടു എൻഗേജ് ഇൻ ഗുഡ് ഡീഡ്സ്. അതിനകത്ത് പറയുന്നത് they should be careful, I should be careful. അതുപോലെ തന്നെ അവസാനത്തെ വാക്യം ആ ഗുഡ് ഡീഡ്സ് അടയിരിക്കുന്ന 14-ാമത്തെ വാക്യത്തിന് 3:14 ലെറ്റ് അവർ പീപ്പിൾ ആൾസോ ലേൺ ടു എൻഗേജ് ഇൻ ഗുഡ് ഡീഡ്സ് ടു മീറ്റ് ദ പ്രസന്റ് നീഡ്സ് ദാറ്റ് ദേ മേ നോട്ട് ബി അൺഫ്രൂട്ട്ഫുൾ. അതായത് അൺഫ്രൂട്ട്ഫുൾ, അങ്ങനെ നല്ല പ്രവൃത്തി ഇല്ലാത്തവനാരും അൺഫ്രൂട്ട്ഫുൾ ആയിത്തീരും. ആ സൽപ്രവർത്തിക്ക് നമ്മളൊരു പാട്ടൊക്കെ പാടുമല്ലോ, സൽപ്രവർത്തിക്ക് ശക്തന്മാരാകുന്നു. ആ സൽപ്രവർത്തി എല്ലാം ഉണ്ടായിരിക്കട്ടെ. വിക്കറ്റ് വേയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ വഴിയിൽ
ന്യായമായ വഴിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ കർത്താവിനെ നടത്തും. ആദ്യത്തെ 19-ാമത്തെ വാക്കിൽ ലോർഡ് നോസ് ദൈവം എപ്പോഴും എന്നെ അറിയണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഞാൻ കർത്താവിനൊരു ദ്രോഹിയായി തീരാതിരിക്കണം. ആ യൂദാസ് ദ്രോഹിയായി തീർന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്യമുണ്ടത്. എനിക്ക് ഒരു സഹായിക്കും. എന്ന് പറയുന്നത് എന്ന് കേട്ടത് 2 തിമോത്തിയോസ് 2:19 തൊട്ട് കേട്ടത്. അതിനകത്ത് പറയാം, നമ്മളെ കർത്താവ് അറിയുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ചെയ്യുന്ന വരെ, ഞാനിപ്പോൾ പറയുന്ന വരെ ദൈവത്തിന് കർത്താവിന് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ കർത്താവിന് വേണ്ടി നീതി കെട്ടവരല്ലാതെ നമ്മൾ കർത്താവിനെ അനീതി വിട്ടകന്ന് പോകാനാണ് പറയുന്നത്. എന്നാൽ മാത്രം നമുക്ക് മാനമാത്രം കിട്ടത്തുള്ളൂ പറഞ്ഞു. എനിക്കിന്ന് ഇത്ര മനസ്സിലായുള്ളൂ. സെക്കൻഡ് തിമോത്തി വേഴ്സസ് 19 മുതൽ കേട്ടാണ്. അപ്പം അതിനകത്ത് അതിനകത്ത് ഈ വേഴ്സസിൽ താഴോട്ട് ഇങ്ങനെ പോകുമ്പം നമ്മൾ ഈ ഡെയിലി ലൈഫിൽ വരുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇപ്പം അതിനകത്ത് ഇപ്പം ഞാൻ വായിച്ചപ്പം ഉണ്ട് 22nd verse more, flee the evil desires of youth and pursue righteousness, faith, love and peace along with those who call on the Lord out of a pure heart. Don't have anything to do with foolish and stupid arguments because you know they produce quarrels. അപ്പം പുറത്തൊക്കെ നമ്മളെപ്പോഴും നിൽക്കുമ്പം ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് അടിയിട്ട് പിന്നെ ഭയങ്കര അടിയാവും. പിന്നെ ലൈക്ക് നമ്മളതിൻ്റെ ബേസ് ചെന്ന് നോക്കുമ്പം ഇത് പറഞ്ഞാൽ ഒരു കാര്യമില്ലായിരുന്നു, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയിടുകയും. അപ്പം ഞാനും സിറ്റുവേഷനിൽ പലപ്പോഴും ഇരിക്കുമ്പോൾ ഇങ്ങനെ അടിയിടണമെങ്കിൽ നോക്കിയിരിക്കുമ്പം ലൈക്ക് അവരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ബേസ്ലെസ് ആയിട്ട് ഇങ്ങനെ അടിയിട്ടിട്ട് എന്തുവാ ഇങ്ങനെ ഉദ്ദേശം എന്തുവാ. അപ്പം അതല്ല പിന്നെ നമ്മൾ ഇപ്പം ആ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ചോദിച്ചുള്ളത് തന്നെ ഇപ്പം നമ്മൾ ഹമ്പിളായിട്ട് ഇരിക്കുക എന്നല്ലാതെ നമ്മൾ അതിനപ്പുറം, കാരണം ഇവർ പറയുന്ന നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ ഹമ്പിളായിട്ട് ഇരിക്കണം എന്നാണല്ലോ. അപ്പം ആ സിറ്റുവേഷൻ നമ്മളല്ലാതെ നമ്മൾ എന്ത് കാര്യത്തിൽ സംസാരിക്കാൻ പോയാലും അവിടെ വേറെ അടിയുണ്ട്. അപ്പം ഞങ്ങൾ ഹോസ്റ്റൽ തന്നെ ഇപ്പം എനിക്ക് ഹയർ അതോറിറ്റീസിൻ്റെ കാര്യമൊക്കെ ഒത്തിരി മനസ്സിലായി. അപ്പം നമ്മൾ ഈ ഹയർ അതോറിറ്റീസ് നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മൾ കേട്ട് ലൈക്ക് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം നമുക്ക് ലൈക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളെ കേട്ട് നമ്മൾ ഒന്ന് ഒതുങ്ങി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല കാര്യം. നമ്മളതിൽ എന്ത് നമ്മൾ എന്ത് പറയാൻ നിന്നാലും ലൈക്ക് പിന്നെ അവർക്ക് നമ്മളോട് കഴിപ്പം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ. പിന്നെ വേറെ കാര്യം നമ്മളിപ്പം ഇപ്പം ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്ന വെച്ചാൽ പണ്ടിരിക്കുന്ന അച്ഛനും ഞങ്ങൾ സതീഷ് പറഞ്ഞത്, അപ്പം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അപ്പോൾ ലൈക്ക് എവറി മിസ്റ്റേക്ക് ഇടുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ചെറുതായിട്ട് അല്ലെങ്കിൽ ഡിവേറ്റ് ചെയ്ത് പോകും. പിന്നെ ഞാൻ പിന്നെ അതേപോലെ ചിന്തിച്ചത് ലൈക്ക് അപ്പം ഈ ഒരു ലൈൻ എന്ന് പറയുമ്പം ഈ ഒരു ഇപ്പോൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇത്രയും, അപ്പം നമുക്കൊരു 8 years ആണെങ്കിൽ 8 years വരെ നമുക്ക് ആ പീരീഡ് ഉള്ളൂ. അപ്പം സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ദൈവം വിചാരിച്ച ആ ഒരു പർപ്പസ് നമുക്ക് ഫുൾഫിൽ ചെയ്യും. പക്ഷെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയി പിന്നെ നമ്മൾ തിരിഞ്ഞ് നമ്മൾ വരുവാണെങ്കിൽ ലൈക്ക് അതിനും എഫേർട്ട് എടുക്കണമല്ലോ. അപ്പം എഫേർട്ട് എടുത്ത് വന്നാൽ ഇപ്പം നമ്മുടെ ആ ഒരു കാലാവധിയൊക്കെ നമ്മൾ ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ലൈക്ക് അതൊരു ഇപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ ലൈക്ക് ഹെവനിൽ ചെല്ലുമ്പം നമ്മളെ ദൈവം പറയുക ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിച്ച് നിങ്ങൾ സ്വർഗത്തെത്തി. അപ്പം ആ ഒരു കോർണറിൽ ഇരിക്കുകയാണോ അതോ എങ്ങനെ ലൈക്ക് എന്താ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ട്രൂ പർപ്പസസ്, ദൈവത്തിന് നമുക്ക് വേണ്ടി ഉള്ള പർപ്പസസ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ലൈക്ക് അങ്ങനെ അതിന് വേണ്ടി ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി കാര്യം മനസ്സിലായി.